നമുക്ക് ഏലമൊക്കെ കുറച്ചുകൂടെ അടുത്തെടുക്കാം. കുറച്ചുകൂടെ ക്ലോസപ്പിലെടുക്കാം. ഇതാണ് ശരം, ഇതാണ് ഏലക്ക. കണ്ട, ഇതിലാണ് ഏലക്ക ഉണ്ടാകുന്നത്. സാധാരണ ഇതിനേക്കാളൊക്കെ ഉള്ളതാണ്. ഇപ്രാവശ്യം നമുക്ക് ഏലക്ക കുറവായത് കൊണ്ട് ആണ് ഇവിടെ ഏലക്ക കുറേ കാണാത്ത. കണ്ട, ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ പന്തൽ പോലെ കാണാം. കണ്ട, നല്ല രസമില്ലേ ഗൈസ്? ഇതാണ് ഈ ഓരോന്നിനും തട്ടാന്നാണ് പറയാം. കണ്ടോ, ഇതിന് തട്ടാന്നാണ് ഇവിടെ പറയുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. അതെ, അങ്ങനെ തന്നെയാണ്. പിന്നെ നമുക്ക് ഇടയ്ക്ക് കുരുമുളക് ഉണ്ടെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. കുരുമുളകിൻ്റെ ചെടീനെ ഇവിടെ കൊടിയെന്നാണ് പറയാം. ഇതാണ് കുരുമുളക്. ഇത് ഒരു മരത്തിൽ കൂടെ കയറ്റി വിട്ടേക്കുവാണ്. ഗൈസ്, ഇതാണ് ജാതി. ഇതിലാണ് ജാതിക്ക ഉണ്ടാകുന്നത്. ഇടയ്ക്ക് വയറുവേദനയൊക്കെ വരുമ്പോൾ ഞാൻ കഴിക്കാറുണ്ട് ജാതിക്ക. കണ്ട, പക്ഷെ ജാതിക്ക ഒരെണ്ണം കാണിച്ചിരുന്നുണ്ട്. ഇതിന് ചോട്ടിലൊന്നും കിടപ്പില്ല. കണ്ട, ചുറ്റമൊക്കെ കുറേ ഇലയൊക്കെ ആയിട്ട് വൃത്തിക്ക് കിടക്കുന്നത്. ആണ് ജാതിയുടെ ചുറ്റും ഞാൻ നടന്ന് കാണിക്കുകയാണ്. നല്ല രസമില്ലേ ഇത് കാണാൻ? ഗൈസ്, വാഴയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ബട്ട് നമുക്കിവിടെ വാഴ ഇത്തിരി കുറവുണ്ട്. 1-2 വാഴയേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. അങ്ങനെ അവശേഷിക്കുന്ന വാഴകളിലൊന്നാണിവൻ. അതുകൊണ്ട് അവനെ ഷൂട്ട് ചെയ്തില്ലാന്ന് വേണ്ട. നമുക്ക് ഓണത്തിനൊക്കെ ഒരു ഇല വേണമെങ്കിലേ നമുക്ക് ഏലത്തിൻ്റെ ഇല വെട്ടി കഴിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് സദ്യക്ക് നമ്മൾ ഈ ഇല തന്നെ ഉപയോഗിക്കും. ഇവിടെ കുറേ വലിയ മരങ്ങളൊക്കെ ഉണ്ട്. എല്ലാം എനിക്ക് അടുത്ത് നിന്ന് കാണിക്കണമെന്നുണ്ട്. പക്ഷെ ഓരോരുത്തരെയും പരിചയപ്പെടുത്താൻ എനിക്ക് എല്ലാവരുടെയും പേരൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ പറമ്പിലിപ്പോൾ തെങ്ങൊക്കെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം തേങ്ങയൊക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരുന്നത്. അവശേഷിക്കുന്ന കുറച്ച് തെങ്ങുകളിലൊന്നാണ് ഇവനും അതെ. പിന്നെ കുറച്ചേരൊക്കെ ഉണ്ട്. അവിടെ ഒരാളുണ്ട്. നമ്മുടെ പറമ്പിൽ കുറേ വലിയ മരം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതിൽ ഒരു വലിയ മരമാണ് ഇവൻ. പേരെനിക്ക് അറിഞ്ഞൂടാ. ഗൈസ്, ഇതാണ് ആ വലിയ മരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കുഞ്ഞി മരം. കവുങ്ങാണ്. കുഞ്ഞി മരം എന്ന് ഉദ്ദേശിച്ച് ഞാൻ പൊക്കം കൊണ്ടല്ല. പൊക്കം കൊണ്ടും ചെറുതാണല്ലേ, വണ്ണം കൊണ്ടും ചെറുതാണ്. കണ്ടോ, ഇവിടെ ഇടയ്ക്ക് ചേമ്പൊക്കെ ഉണ്ട്. ഈ ജാതിയോട് ചേർന്നാണ് ചേമ്പിരിക്കുന്നത്. ഇതൊരു ആൺജാതിയായിരുന്നു. അത് എന്നിട്ട് ബഡ് ചെയ്തിട്ടാണ് പെൺജാതിയായി. അപ്പോൾ ഇപ്പോൾ ആണെങ്കിൽ കാ കിട്ടുന്നുണ്ട്. മീൻസ് ജാതിക്ക. ഇത് മാവ. അതിന് ചേർന്നാണ് കറിവേപ്പില. കണ്ടോ, നല്ല പൊക്കമുണ്ട് കറിവേപ്പിലയ്ക്ക്. പോയെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇതേ ഒരു തേങ്ങയുള്ള തെങ്ങ് ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഗൈസ്. ഇത്തിരി തേങ്ങയുണ്ട്. നമ്മുടെ പണിയായുധങ്ങളാണ് ഗൈസ്. ഇതിൽ കൂടുതലുണ്ട്.
ഇപ്പം ഇത്രയും കാണിക്കാം. പിന്നെ നാളെ നമുക്കിനി വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ.